കോഴിക്കോട് കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തലിൽ കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം തയ്യാറാക്കി. പ്രതിയുമായുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ തിരുവമ്പാടി പോലീസാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ഈ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്? ദിവ്യ, തീർച്ചയായും ഈ ഒരു കേസിനെ അപേക്ഷിച്ച് ഈ കൊല്ലപ്പെട്ട രണ്ടുപേരായിരുന്നു ഈ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഇയാൾ രണ്ടുപേരെയാണ് കൊലപ്പെടുത്തിയത് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖാചിത്രം എന്നൊരു സാധ്യത കൂടി പോലീസ് തേടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടി പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് രേഖാചിത്രത്തിന് കൊല്ലപ്പെട്ട ആളുമായി 80% സാമ്യതയുണ്ടെന്നാണ് ഈ മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. 1986, അതായത് 39 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകത്തിലാണ് കൊല്ലപ്പെട്ടയാളെ തേടിയുള്ള അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ രേഖാചിത്രവുമായി മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ തന്നെ മറ്റൊരു കൊലപാതകം കൂടി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ കോഴിക്കോട് ബീച്ചിനടുത്ത് വെച്ച് ഒരാളെ കൊന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി മുഹമ്മദ് അലി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ട ആളുടെ ഈ രേഖാചിത്രമാണ് തിരുവമ്പാടി പോലീസ് വരച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണങ്ങൾ. ദൃശ്യ, ഇവിടെ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്നെയാണോ പോലീസ് നീങ്ങുന്നതും? ദിവ്യ, പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു തരത്തിലും മുൻപോട്ടൊരു സൂചനകൾ പോലും ഇല്ലാത്തൊരു കേസായിരുന്നു ഇത്. കാരണം ഈ കൊലപ്പെടുത്തിയ കൊലയാളി വന്ന് താൻ ഇത്തരത്തിൽ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തലല്ലാതെ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് മറ്റൊരു കാര്യമോ പോലീസിന് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊന്നു എന്ന് പറയുന്ന ഈ സമയത്തും ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ടുപേരെ ആ സമയത്ത് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിരുന്നുള്ള പത്രങ്ങളും ഈ പോലീസിന്റെ രേഖയും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഈ കൊല്ലപ്പെട്ട രണ്ടുപേരെ കുറിച്ചും പോലീസിന് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അജ്ഞാത മൃതശരീരം എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് വാർത്തകളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളുമായി തന്നെ ഇയാൾ പറഞ്ഞ മൊഴിയൊക്കെ ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇയാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വിശ്വസിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. ദിവ്യ, കൂടരഞ്ഞിയിലെ കൊലപാതക വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്.